ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈഗിൾ ഗെയിമിംഗ് ഇട്ട ഒരു വീഡിയോനെ കുറിച്ചാണ്. അതായത് ആൾക്കുണ്ടായ ദുരനുഭവം, അതിനുശേഷം ആളുടെ വീഡിയോയിൽ വന്ന കമൻറ്റ്സ്, അതിനു മുമ്പ് ആൾ ടെലിഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുകയുണ്ടായി. ആ എക്സ്പോസ് ചെയ്തതിന് ശേഷം സീക്രട്ട് ഏജൻറ്റ് അതിനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ഈഗിൾ ഗെയിമിങ്ങിനെതിരായിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നു. അത് തേടി ചെന്ന് ഈഗിൾ ഗെയിമിംഗ് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുകയും അതെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ. അറിഞ്ഞിരിക്കണം, ഇന്നതാണ് ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സോ നമ്പർ വൺ എന്ന് പറയണത് ഈ പൈസ, അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാർ, വിൽക്കുന്നവന്മാർ. ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും 200 രൂപ കൊടുത്താൽ 30 വീഡിയോസ് അവൻ ഉണ്ടാക്കി തരും. ഞാൻ ഇന്നലെ ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ്, അവന്റെ അടുത്ത് അമ്മയുണ്ട് ബ്രോ, കോൾ വിളിക്കരുതെന്ന്. അപ്പം ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, നിനക്ക് ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു എന്ന്. ആൻഡ് അടുത്തത്, ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവന്റെ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം നമ്പർ 1. ഇതൊക്കെ ബിഗിനർ ലെവലിൽ ഞാൻ പറയത്തുള്ളേ. ആൻഡ് നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2, ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ ട്രിബ്യൂട്ട്. ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന്. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3, ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടില് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അച്ഛൻ, അമ്മ, മോൻ, അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മയെന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ 4 ഈസ് കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയണത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേന്ന്, എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം. ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ടാ, ഇപ്പം ഈ പറയണ സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നമുക്ക് വേണ്ടപ്പെട്ട ആള് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി കാണും. അതായത് ഇതുപോലുള്ള പലതരം ഫെറ്റിഷും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഥവാ പോൺ സൈറ്റ്സൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊരുപാട് ഫെറ്റിഷും അതിലൊരുപാട് തരത്തിലുള്ള ലിബിഡോയും പ്രകടിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ ഒരുപാട് കാറ്റഗറീസും അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫെറ്റിഷുകളൊക്കെ
ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ അതൊരു ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതൊരു മെൻ്റൽ ഇഷ്യൂ പോലെയായി മാറുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു നമ്മുടെ നാട്ടിൽ ഈ 4G 5G റെവല്യൂഷന് ശേഷം ഈ ഒരു ഓൺലൈൻ പോൺ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ എക്സ്പോഷർ ഒരുപാട് നമ്മുടെ ഈ ഒരു ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്, 90s തൊട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഈ എക്സ്പോഷർ വരാൻ തുടങ്ങി. അതുമൂലം ഒരുപാട് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അധികം എക്സ്പോഷർ ഇല്ല. അത് കാരണം ഈ ഒരു രീതിയിലുള്ള വിപത്തുകളൊന്നും നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും വരാനുള്ള ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഈഗിൾ പറഞ്ഞ പോലെ തന്നെ ഈ ട്രിബ്യൂട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഈ അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഒട്ടും ട്രാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെഗുലേഷൻസും ഇല്ലാത്ത ഒരു ആപ്പാണ് ടെലിഗ്രാം. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം കുറച്ചൊക്കെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടൻറ് ഷെയറിങ്ങും ബാക്കി കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു ലെവലിലേക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, സത്യം എന്താണെന്ന് പറഞ്ഞാൽ. എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഈ ഒരു ഗ്രൂപ്പ് കണ്ട് ഇതിനെതിരെ ആക്ഷൻ എടുത്തു എന്നതുകൊണ്ട് ഇതിവിടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് എന്താണെന്ന് അറിയുക, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരു ഗ്രൂപ്പ് പൂട്ടിച്ചു എന്ന് വെച്ചോ, അടുത്ത ഗ്രൂപ്പ് വരും. നിങ്ങൾ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരാളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ ഉറപ്പായിട്ടും വരും. അതിൻ്റെ മിസ്സിങ് ലിങ്ക്സ് നിങ്ങൾ തേടി പോവാന്ന് പറഞ്ഞാൽ അത് ഒരു ചെയിൻ ഓഫ് നെറ്റ്വർക്ക് തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും മൊത്തത്തിൽ തുടച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ഡിമാൻഡാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ആവറേജ് ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതൊരു റെസ്ട്രിക്റ്റഡ്, ഒരു വൾഗറായിട്ടുള്ള ഒരു ഇമേജാണ് നമ്മുടെ പാരൻസ്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, അവർ മുമ്പുള്ള ജനറേഷൻ എല്ലാവരും കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വൾഗർ എലമെൻ്റാണ്. അത് ഭയങ്കര പ്രൈവസിയിൽ ആരും കേൾക്കെ സംസാരിക്കാൻ പാടില്ലാത്ത, പ്രവർത്തിക്കുന്നത് വേറെ ലെവൽ, പക്ഷേ സംസാരിക്കാൻ പോലും പാടില്ലാത്തൊരു കാര്യമാണ് എന്നാണ് നമ്മുടെ മൈൻഡിൽ പണ്ട് മുതലേ ഉള്ള ഇമേജ്. അത് കാരണം നമ്മുടെ മൈൻഡിലും ഇതെന്തോ ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സാധനമാണ്. അതിനോടുള്ള നമ്മുടെ അപ്രോച്ച് അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ ഇമേജ് മനസ്സിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അത് ഫോം ആവും. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ചാടി കളിക്കുന്ന ഒരു കുരങ്ങനെ പോലെയാണ്. അതായത് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെസ്ട്രിക്ഷനിൽ നിന്ന് ചാടിക്കിടക്കാനേ മാക്സിമം നോക്കുള്ളൂ. അതായത് ഒരു ബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ലോ വെക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതലുണ്ടാവുക. പ്രത്യേകിച്ച് ഈ ഒരു ടീനേജ് അല്ലെങ്കിൽ അഡോളസെൻ്റ് പ്രായത്തിലുള്ളവർക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം പറയുന്നത് അഡോളസെൻ്റ്, അതായത് ടീനേജേഴ്സ് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കണം. സോ പറഞ്ഞു വരുന്നത് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അതായത് ഇവരുടെ ഈ ബുദ്ധി ഉറക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ സെക്സിൻ്റെ പേർപ്പസ് എന്താണ്, ഇതിൻ്റെ മീനിങ് എന്താണ്, ഇതിൻ്റെ ആക്ച്വൽ പേർപ്പസ് എന്താണെന്നാണ് വേണം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കുട്ടികളെ. ഇതൊരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൻ്റെ പാർട്ടാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് മനസ്സിലാക്കിപ്പിച്ചാൽ ഈ പറയുന്ന റിസ്ക് ഒന്നും വരില്ല. അതായത് ഈ ഒരു സെക്സ് എന്ന ഒരു കോമ്പൗണ്ടിനെ ഇത്രത്തോളം കമേഴ്ഷ്യലൈസ് ചെയ്ത്, ഇത്രത്തോളം ഫാൻറ്റസൈസ് ചെയ്ത്, ഇത്രത്തോളം വിപണന ചരക്ക് പോലെ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് നിങ്ങൾക്കിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, എല്ലാ നടിമാരുടെയും സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഓൺലി ഫാൻസ് മോഡൽസ് ഉണ്ടാവും. അതെല്ലാം ഇപ്പോൾ ഒരു വലിയൊരു ഇൻഡസ്ട്രി പോലെ തന്നെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഈ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻസ്. അപ്പോൾ ഈ ഒരു ആൾക്കാർക്ക് കാണാനുള്ള ത്വര, അതായത് പണ്ട് മുതലേ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് മൂടി വെച്ച് ഇപ്പോൾ അത് കാണാനൊരു ആക്സസ് മുമ്പിൽ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്തും അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷനിലാണ്. ഇതെന്താണ്, ഫീമെയിൽസ് എന്താണ്, മെയിൽസ് എന്താണ്, നമ്മളെപ്പോലെ തന്നെയുള്ളൊരു ഓർഗാനിസം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ മാത്രമാണ് ഫീമെയിൽ. അവരിങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്തൊരു സെക്ഷൽ ഒബ്ജക്ട്സ് എന്ന രീതിയിൽ കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ
ഇപ്പോൾ റേപ്പിസ്റ്റ് ആൾക്കാരുടെയൊക്കെ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള റേപ്സിൻ്റെയൊക്കെ ആ ക്രൈം ചെയ്ത ആൾക്കാരുടെയൊക്കെ ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡ് സിമിലർ ആയിരിക്കും. അതായത് ഗേൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേഡീസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അനുസരിച്ചിരിക്കണം. അതായത് ദേ ആർ മെൻറ്റ് ഫോർ റീപ്രൊഡക്ഷൻ, ദേ ആർ മെൻറ്റ് ഫോർ സെക്സ്. അതായത് സെക്ഷലി ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരാണ്, സെക്സിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സോ കോൾഡ് ഒബ്ജക്ട്സ് ആണ് സ്ത്രീകൾ എന്ന രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ്. അതവർ തീർത്തും റിഗ്രറ്റ് ഇല്ലാതെയാണ് പറയുന്നത്. കാരണം അവരെ പഠിപ്പിച്ച രീതി അതാണ്, അവരുടെ മനസ്സിലും അതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ശിക്ഷ കൊടുക്കുക, അപ്പം കാണുന്നതിന് നിലപാടെടുക്കുക അല്ലെങ്കിൽ നടപടി എടുക്കുക എന്നല്ലാതെ അതിൻ്റെ റൂട്ട് കോസ് എന്താണ് അതിന് ടാർഗറ്റ് ചെയ്ത് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മൾ വീഡിയോ കണ്ടതാണല്ലോ, അണ്ടർ 18 അതായത് മൈനറായിട്ടുള്ള ആൾക്കാർ, ടീനേജേഴ്സാണ് ഇങ്ങനെയുള്ള കൂടുതൽ ക്രൈംസും ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വീട്ടിലുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു അമ്മ എന്നുള്ള ഗ്രൂപ്പിൽ പോലും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അതായത് വീട്ടിലുള്ള അമ്മ, ചേച്ചി, വേലക്കാരി, അങ്ങനെ പലരുടെയും പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി 18+ ആണെങ്കിൽ പാരൻസിനായാലും എൽഡേഴ്സിനായാലും അത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും വേറൊരു ഇൻഡിവിജ്വലിൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ. പക്ഷേ 18 അണ്ടറിലാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചെക്ക് ചെയ്യുക, എന്ത് കണ്ടൻറ്റാണ് അവർ കൺസ്യൂം ചെയ്യുന്നത് നോക്കുക, അവരുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, അത് എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന ഈ ഒരു കാര്യത്തിന് കൂടുതൽ എംഫസൈസ് ചെയ്യുക. അത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഗവൺമെൻറ്റിനോടും ഇപ്പം നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുമാണ്. വിദ്യാഭ്യാസത്തിൽ ഊന്നി വേണം ഇനി എല്ലാം വർക്ക് ചെയ്യാൻ, എന്നാലേ കുട്ടികൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.